ഹലോ, ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഷവർമയും പിസ്സയും കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. ഷവർമയേക്കാൾ ടേസ്റ്റ് കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ചൂട് കൂടി പോവരുത്. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവൊക്കെ പൊടിക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. എനിക്കിത് കുഴച്ചെടുക്കാൻ 1/2 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബൗളിൻ്റെ അടിയിലും സൈഡിലൊക്കെ ആയിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. മാവിൻ്റെ മുകളിലും കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ഇത് അടച്ച് വെച്ച് 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് എല്ലില്ലാത്ത ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് മസാല പുരട്ടാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക. മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് മസാല പിടിക്കാൻ വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അടപ്പടച്ചൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ വേവായി കിട്ടും. ചിക്കൻ വേവായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായി അരിഞ്ഞതും 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ചിക്കനിലേക്കും മാവിലേക്കൊക്കെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടി അടച്ച് വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. സവാളയും ക്യാപ്സിക്കവും മുഴുവനായിട്ടും വേവേണ്ട ആവശ്യമില്ല. പകുതി വേവായാൽ മതി. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇത്രയും മതി. ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. മാവിനെ ഡിവൈഡ് ചെയ്ത് 2 ഉരുളകളാക്കി എടുക്കാം. ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതും ഒന്ന് അതിനേക്കാൾ ഇച്ചിരി കൂടെ വലുതാണ്. ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് മൈദ ഇട്ടതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ച് പരത്തണ്ട. നമ്മൾ വേവിച്ചെടുക്കുന്ന പാത്രത്തിൻ്റെ അളവിന് പരത്തിയെടുത്താൽ മതി. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ച് അടിയിലും സൈഡിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പരത്തിയത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. മറ്റേ ഉരുളയും പരത്തിയെടുക്കണം. ആദ്യം പരത്തിയതിനേക്കാൾ കുറച്ചും കൂടെ വലുപ്പത്തിൽ പരത്തി കൊടുക്കണം. ഈ ഒരു കനത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകൾ വശം ഡ്രൈ ആവാതിരിക്കാൻ ഒരു പാത്രം കൊണ്ട് അടച്ചു കൊടുക്കാം. നേരത്തെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ മുകളിലായിട്ട് ഷെസ്വാൻ സോസ് ഇട്ട് പരത്തി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫില്ലിംഗ് ഒന്നും പാത്രത്തിൻ്റെ അരികിലേക്ക് ആക്കി കൊടുക്കണ്ട. നടുഭാഗത്തായിട്ട് സെറ്റ് ചെയ്താൽ മതി. ചിക്കൻ്റെ മുകളിലായിട്ട് മയോണൈസ് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ മയോണൈസിന് ഇച്ചിരി കട്ടിയായിപ്പോയി. ഇച്ചിരി ലൂസിലാണെന്നുണ്ടെങ്കിൽ നേരെ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയിരുന്നു.
മയോണൈസിൻ്റെ മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ഓർഗാനോയും ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം. കുട്ടികൾ കഴിക്കുന്നതാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്. നേരത്തെ പരത്തി വെച്ചിരുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. സൈഡ് ഒട്ടാൻ വേണ്ടി കൈവച്ച് അമർത്തി കൊടുക്കാം. സൈഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും ചീസ് ഇട്ട് കൊടുക്കാം. ചീസിൻ്റെ മുകളിലായിട്ട് 2-3 ടീസ്പൂൺ മയോണൈസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓർഗാനോ കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ ഷെസ്വാൻ സോസ് 2-3 ഡ്രോപ്പും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അടപ്പടച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാം. ഈ സോസ് പാനിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഇതൊരു 5 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ റിങ്ങിന് മുകളിലായിട്ട് നമ്മുടെ പാത്രം വെച്ച് കൊടുക്കാം. അടപ്പടച്ച് കൊടുക്കാം. അടപ്പിലൊരു ഹോളുണ്ട്, അവിടെ ഞാനൊരു ഗ്രാമ്പൂ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് തുറന്ന് ആ സോസ് എല്ലാ ഭാഗത്തേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓവനിലല്ലല്ലോ, ഗ്യാസ് സ്റ്റോപ്പിലല്ല വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. വേവായിട്ടുണ്ടോയെന്ന് പപ്പടക്കോല് വെച്ച് കുത്തി നോക്കിയാൽ മതി. ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ചൂടൊന്ന് പോയതിനു ശേഷം പാത്രത്തിൽ നിന്ന് വിടിയിച്ച് കൊടുക്കാം. വ്യത്യസ്തമായ രുചിയിലൊരു സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ തോന്നുമ്പോൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടമാവും. ഷവർമയും പിസയും കൂടി ചേർന്നൊരു ടേസ്റ്റാണ് ഇതിന്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.